ഇന്നലെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സായി. കാരണം വെച്ചാൽ അയർലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു ചേച്ചി. ഫ്ലൈറ്റ് കണക്ഷൻ ഉള്ളത് 9 മണിയായിരുന്നു. അത് ഡിലേ ആയി 3.5 മണിക്കൂർ ഡിലേ. അപ്പം ഞാൻ അപ്പം തന്നെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പ്രശ്നമുണ്ട്, നാളെ അപ്പോൾ എന്തായിരുന്നാലും എന്ത് ചെയ്യും? അപ്പം പറഞ്ഞു, വർഷയില്ല, ഈ സമയത്ത് വിളിച്ചാൽ ആര് വരും? ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ഒരാളുണ്ട്. ഇല്ലില്ല, സത്യസന്ധമായിട്ട് പറയാം, ഈവൻ അറ്റ് ലാസ്റ്റ് മിനിറ്റ് ആരെ വിളിച്ചാലും ആരും, കാരണം വെച്ചാൽ നെക്സ്റ്റ് ഡേ കോസ്റ്റ്യൂം നോക്കണം, എല്ലാം നോക്കിയിട്ട് വേണമല്ലോ വരാൻ. ആ സമയത്ത് വിളിച്ചപ്പം എന്ത് സംഭവിച്ചാലും വരും എന്ന് നമുക്ക് ഉറപ്പുള്ള ഒരാളുണ്ട്. കാരണം നമ്മളെ എപ്പോൾ വേണേലും ബെയിൽ ഔട്ട് ചെയ്യാൻ ഉറപ്പുള്ള ഒരാളുണ്ട്. ശില്പ, ഇന്നലെ രാത്രിയായപ്പോഴേ അപ്പോൾ സർഗോചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, സർഗോചേട്ടനെ പേടിയായി, ഇവന്റെ സൗണ്ട് പോയി, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പൊ ഇവ ഇതേപോലെ എനിക്കും മെസ്സേജ് അയച്ചു, എന്താണ് തീരെയില്ല, എന്ത് ചെയ്യും തെറിഞ്ഞൂടാ. എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, അവൻ വന്ന് ഇഴഞ്ഞെങ്കിലും ഇവിടെ വന്ന് ചെയ്യുമെന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഡോക്ടറൊക്കെ പറഞ്ഞു വാ ഉറക്കാൻ പറ്റില്ല എന്ന്, പക്ഷെ അവിടെയാണ് തിരുത്തിയത്. ശാസ്ത്രം തോറ്റു, ആക്രാന്തം ജീവിച്ചു. सुख पायो रे बिरहन अति सुख पायो
साजन मोरे घर आए सग 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 समा गम 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 सप मप गम सगनि सबनि सगम साजन मोरे घर आए सग सनि सनि पनि पम पम गम ग सनि सप गम साजन मोरे घर साजन मोरे घर आए साजन मोरे घर साजन मोरे घर गम पनि स स स नि गम पनि स स स नि गम पनि स स स नि प नि प म ग प म ग म ग स नि स ग म स नि प नि प म ग प म ग म ग स नि स ग म स नि प नि प म ग प म ग म ग स नि स ग म ग. രാജീവ് സാർ കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് കേൾക്കണ്ടായിരുന്നു. അതെ, എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഇറ്റ്? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ഹിന്ദുസ്ഥാനി രാഗം പ്രമദവനം കാരണം കൊണ്ട് ജോഗാണ്. സോ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് പ്രമദവനവും കേട്ടിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് തിങ്. ആൻഡ് ദീക്ഷിതർ ഇസ് ഓൾവേസ് ഒരുമാതിരി നമുക്കൊരു ബ്ലെസ്സിങ് ആണ്. അദ്ദേഹം ഓരോ പാട്ടിലും അയാൾ ഓരോ ഗണപതിയുടെ ഓരോ വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരും. യുനോ, വെദർ ഇസ് ഹിസ്റ്ററി, വെദർ ഇസ് ദ ടെമ്പിൾ, ആൻഡ് ദിസ് ഇസ് ബ്യൂട്ടിഫുൾ. ആൻഡ് മഹാകാവ്യ നാടകാദി പ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാം നാടകവും സംഗീതവും എല്ലാത്തിനും പ്രിയനായിരിക്കുന്ന ഐ മീൻ ഗണപതിയെ വെച്ച് ഒരു പാട്ട് തുടങ്ങുന്നത് വളരെ ഭംഗിയായി. നല്ല രസമുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി രണ്ടും കൂടെ നല്ല ചേർന്ന് പോകുന്നുണ്ടായിരുന്നു. ആ ബന്ദിഷ ആണെങ്കിലും നിങ്ങൾ എടുത്തത് ആ കറക്റ്റ് എനിക്ക് ആ പോർഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറേ പോർഷൻസ് വളരെ നല്ലതായിരുന്നു. ഞാൻ ആദ്യം കൃഷ്ണശ്രീ പറയട്ടെ. ആദ്യത്തെ ഒരു ആലാപ്പ് കഴിഞ്ഞിട്ട് ആലാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞുള്ളൊരു മുഖത്തൊരു സന്തോഷം, ഒരു സമാധാനം, അതൊരു കാണേണ്ട എക്സ്പ്രഷൻ. ഞാൻ പാടി തീർത്തു പരിപാടി കഴിഞ്ഞ്. പിന്നെ മഹാദേവസുതം മോക്ക് കുറച്ച് അവിടെ ശ്രുതി പോയിരുന്നു. മഹാദേവസുതം, സജന മോരെ, അതുപോലെ പിന്നെ സ സ സ പാടുന്നിടത്തൊക്കെ സ്വരം പാടിയിട്ട് സ സ സ പാടുന്നില്ലേ, അവിടെയൊക്കെ ലേശം ഒരു ഷാർപ്പ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അർജുൻ്റെ കുറേ പോർഷൻസ് നല്ല. എനിക്ക് ആ ഗാന്ധാരം മാത്രം ഇപ്പോഴും ചെറിയൊരു സംശയം ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പാടണ കറക്റ്റാണ്, പക്ഷേ ചില സ്ഥലത്ത് ഒരു പിടിത്തത്തിലൊരു ചെറിയൊരു സംശയം കിടപ്പുണ്ട്. ഇനി മാർക്സിലോട്ട് കിടക്കാം. മാർക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയി. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം കൃഷ്ണശ്രീയുടെ മാർക്സ് കാണാം. മാർക്സ് പ്ലീസ്. അത് സ്ട്രിക്റ്റ് ആയതിന്റെ ഭാഗമായിട്ടാണ്, മനസ്സിലായില്ലേ? അർജുന്റെ മാർക്സിലോട്ട് കിടക്കാം. ഒരു സമാധാനമായില്ലടാ. ഇപ്പോ കൃഷ്ണശ്രീ നിൽക്കുന്നത് 995. 98 മാർക്കും കൂടി കിട്ടുമ്പോൾ കൃഷ്ണശ്രീ എത്തി നിൽക്കുന്നത് 1093 1093 in the number 1 position. Great. And when you look at Arjun, 994.5 plus 98 വരുമ്പോ 1092.5 എന്ന് പറയുന്ന മാർക്കുമായി സെക്കൻഡ് പൊസിഷൻ. മകളെ ഒഴിയും കനവേ
കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകളിൽ മകളെ പൊഴിയും കനവേ നിന്നിൽ നിന്നും മണ്ണിൽ വീണ ജന്മനുംബരമേ മുകിലിൻ മകളെ പൊഴിയും കനവേ നിന്നിൽ നിന്നും മണ്ണിൽ വീണ ജന്മനുംബരമേ നിന്നെ നെഞ്ചിൽ അമ്മ കൊതിപ്പൂ വിണ്ണിന്മേലെ മുകിലിൻ മകൾ രാജീവ് സർ സോങ് ഇസ് സോ ഡിഫിക്കൽട്ട് Yeah. പക്ഷേ ഇതിൻ്റെ എക്സിക്യൂഷൻ യുനോ തീർത്ഥ യു ഹാവ് ടേക്കൻ ഇറ്റ് ടു സം അതർ ലെവൽ. എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയി തോന്നിയത് എന്ന് പറഞ്ഞാൽ ഒരു വോയിസ്, യുവർ വോയിസ് ഇസ് സോ യുണീക്ക് യുനോ. ആൻഡ് അതിൽ ഈ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ അവർ പറയും താർ ഉണ്ടാവണം. തീർത്ഥയുടെ വോയിസിൽ താറുണ്ട്, മെറ്റാലിക് ട്വാങ്, എക്സിക്യൂഷൻ, വോയിസ്, യുവർ ഈസ് ആൻഡ് ഇമോഷൻ എല്ലാം വളരെ ഭംഗിയായിരുന്നു. താങ്ക് യു.
ഒരുപാട് സന്തോഷം മോൾ ഈ പാട്ട് പാടി കേട്ടപ്പോൾ. ഞാൻ ആദ്യം മോളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് രമേശ് ജിക്ക് ഒരു നമസ്കാരം. രമേശ് ജിയുടെ അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പസിഷൻ, അതുപോലെ മഞ്ജരി. തീർച്ചയായിട്ടും മഞ്ജരിക്കൊരു ഉമ്മ. എനിക്കിന്ന് മോള് പാടിയത് ഭയങ്കര, എനിക്ക് പല സ്ഥലത്ത് എനിക്ക് സങ്കടം വന്ന പോലെ അത്രയും വളരെ സോൾഫുള്ളായിട്ട് കൺട്രോൾഡ് ആയിട്ട് പാടി. ഒരുപാട് സന്തോഷം. തീർത്ഥക്കുട്ടിയുടെ ഒരു കംബാക്ക് പെർഫോമൻസ് തന്നെയാണ്. ഒന്നും എനിക്ക് ഒരിടത്തും ഒന്നും പറയാനില്ല. ആകെ തോന്നിയ ഒരു സ്ഥലം തന്നെ സ്നേഹസന്ധ്യ. അവിടെ ചെറുതായിട്ട് ശ്രുതിയും പോയി വോയിസിൻ്റെ ഒരു ടോൺ അങ്ങോട്ട് മാറുന്നത് ഒന്നുകൂടെ സ്മൂത്താക്കുക. അതേ പോർഷൻ തന്നെ സെക്കൻഡ് ചരണത്തിൽ മാരിവില്ലേൻ. ബാക്കി പാടിയതിനകത്ത് ഒന്നും പറയാനില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ട്. ഇപ്പം തരുന്ന മാർക്ക് 100-ന് തുല്യമാണെന്ന് വിചാരിച്ചു. അത് മതി. ഭയങ്കര പെയിൻഫുൾ ഹോണ്ടിങ് ഒരു സോങ് ആണ്. ഇങ്ങനെ മ്യൂസിക് ആണെങ്കിലും നമ്മളിങ്ങനെ നമ്മളെ വേറൊരു തലത്തിലോട്ട് നമുക്കിങ്ങനെ ഒരു പെയിൻ കിടക്കും നമ്മുടെ മനസ്സിൽ. അതിൻ്റെ പിക്ചറൈസേഷൻ ആവട്ടെ എന്താവട്ടെ, സ്റ്റാർട്ടിങ് തന്നെ ആ കോറസ് പോർഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വല്ലാത്തൊരു കോറസ് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാട്ടോ. ഇവര് 3 കുട്ടികളും കൃഷ്ണശ്രീ, ശ്വേത, അഷിമ 3 പേരും കൂടെ അത് വളരെ ഭംഗിയായിരുന്നു. നല്ലതായിരുന്നു. വളരെ ഭംഗിയായിട്ട് പാടി. ബ്രില്യൻ പെർഫോമൻസ്. സൂപ്പർ. 100-ന് തുല്യം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്താണ് ഈ 100-ന് തുല്യമുള്ള മാർക്ക് എന്നൊന്ന് അറിയാൻ. അപ്പൊ തീർത്ഥക്കുട്ടിയുടെ മാർക്സ് നിങ്ങള് നോക്കണേ, എതിർ ടീം എണീച്ചെന്ന് കൈയടിക്കാൻ അറിയാണ്ട് ജാസ്മിൻ. അപ്പൊ 100-ന് തുല്യമായ 99.5 for this round. What a fantastic score. കിടിലൻ. റാങ്കിങ് എവിടെ? Let's go for ranking. നോക്കാം. തീർത്ഥ നിന്നിരുന്നത് ഇവിടെ 6-ല് 994.5 പ്ലസ് 99.5 എവിടെ വരും? 1090. പറഞ്ഞില്ലേ, ഞാൻ വന്നതിന്റെ ഐശ്വര്യാണ് ഈ കാണുന്നത് അല്ലേ? പിന്നെ ഇതെങ്ങനെയാണെന്നറിയോ ശില്പ, നമുക്ക് 2 പേരും ഒരേ മാർക്ക് വരികയാണെങ്കിൽ നമ്പർ 1 ഉം 2 ഉം ഗോൾഡൻ സ്റ്റാറിന്റെ എണ്ണം വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വൈശാഖനും തീർത്ഥയും വന്നത് ഒരേ മാർക്കിലാണ്. 1094 വെച്ചിട്ട് തീർത്ഥ നമ്പർ 1. സൂപ്പർ. വോട്ട് ഫിനാലിൽ 1/2 മാർക്ക് വെച്ചൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്നത് കണ്ടോ അല്ലേ? അപ്പൊ ആ മാറ്റം ഇനിയും ഉണ്ടാവും.